വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാകുന്നു? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. ദുഷ്ടനായ ഭൃത്യൻ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, 2026 ഇന്ന് ജൂലൈ മാസം 15-ാം തീയതി ഓരോ മലങ്കര കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ജൂലൈ 15. നമ്മുടെ പുണ്യപിതാവായ ദൈവദാസൻ ധന്യൻ മാർ ഈവാനിയോസ് പിതാവിനെ നാം പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ആയിരക്കണക്കിന് വിശ്വാസികൾ യുവതിവാക്കന്മാർ മുണ്ടൻമലയിൽ നിന്നും തീർത്ഥാടന പദയാത്രയായി ആ പുണ്യക്കബറുകളിലേക്ക് യാത്ര ചെയ്യുകയും കഠിനമായ ധ്യാനത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കഠിനാധ്വാനം ചെയ്ത് ആ കബറിങ്കൽ പ്രാർത്ഥന നിരതരായി എത്തുന്ന ദിവസമാണ്. ഇന്നിപ്പോൾ സഭയുടെ തലവനും പിതാവുമായ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസിന്റെ നേതൃത്വത്തിൽ സഭയിലെ മുഴുവൻ പിതാക്കന്മാരെയും സഭയിലെ വൈദികരെയും സന്യസ്തരെയും ലക്ഷക്കണായിരക്കണക്കിന് ജനങ്ങളെയും കൂട്ടി ആ പുണ്യപിതാവിൻ്റെ കബറിങ്കൽ ദീപബലി അർപ്പിച്ച് വന്യപിതാവിനോടും വന്യപിതാവിനും വേണ്ടി പ്രാർത്ഥിക്കുകയും നേർച്ചകൾ അർപ്പിക്കുകയും നേർച്ചകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ജൂലൈ മാസം 15-ാം തീയതി. ഓരോ മലങ്കര കത്തോലിക്കനും പുണ്യപിതാവായ ധന്യന്മാർ ഈവാനിയോസ് പിതാവിനെ അറിയണം. അറിയും തോറും ആ പുണ്യപിതാവിനെ നാം സ്നേഹിക്കും. ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ യേശുവിനെ അറിയുന്നെങ്കിൽ, യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിനെ ആരാധിക്കുന്നെങ്കിൽ അത് ഈ ഒരു പുണ്യപിതാവിൻ്റെ ജീവിതവും പുണ്യപിതാവിൻ്റെ ത്യാഗോജ്വലമായ ഒരു തീരുമാനത്തിൻ്റെയും അനന്തരഫലമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാവേലിക്കരയിൽ പണിക്കര വീട്ടിൽ ജനിച്ച പി ടി ഗീവർഗീസ് എന്ന് പറയുന്ന ഈ ബാലൻ തൻ്റെ ബാല്യ ജീവിതത്തിൽ തന്നെ വൈദികനാവാൻ അത്യധികമായി ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു ശമാശനായിട്ട് തീരുകയാണ്. പഠനത്തിൽ അതിസമർത്ഥനായിരുന്ന ഈ ശമാശനായിരിക്കുമ്പോൾ തന്നെ പേര് കേട്ട ഒരു ശമാശനായി മാറി. ആദ്യത്തെ സഭയിലെ MA ശമാശനാണ്, MA അച്ഛനാണ്. കുദാശകളുടെ ശമാശനെന്നും കുദാശകളുടെ വൈദികനെന്നും അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നു. ദീർഘമായി ദിവസങ്ങളോളം വിശുദ്ധ കുദാശകളെ കുറിച്ച് സംസാരിക്കുവാനായി പ്രസംഗിക്കുവാനായി അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം വഴി സഭാ അധികാരികൾ അദ്ദേഹത്തെ സഭയുടെ ഏറ്റവും പ്രമുഖമായ MD സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ട് തീരുമാനിച്ചു. കത്തിജ്വലിച്ച് അങ്ങനെ MD സെമിനാരിയുടെ പ്രിൻസിപ്പളായി അദ്ദേഹം ഇരിക്കുമ്പോൾ സറാംപൂർ കോളേജിൽ പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് അവിടെ പോകാൻ മനസ്സിലായിരുന്നെങ്കിലും പട്ടശ്ശേരിൽ തിരുമനസ്സുകൊണ്ട് നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ സറാംപൂരിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. സറാംപൂരിലെ ജീവിതം പി ടി ഗീവർഗീസിനെ ഭയങ്കരമായി മാറ്റിമറിച്ചു. കത്തോലിക്ക സഭയിലെയും പ്രൊട്ടസ്റ്റന്റ് സഭയിലെയും മിഷണന്മാരെ പരിചയപ്പെടുവാനും അവിടെ മിഷൻ പ്രവർത്തനങ്ങൾ കാണുവാനും ആഗോള സഭയുടെ അനേകമായ പ്രവർത്തനങ്ങൾ കണ്ട് തിരിച്ചറിയുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പൂവിട്ട ഏറ്റവും വലിയ സ്വപ്നമാണ് ഭാരതം മുഴുവനും സുവിശേഷം പ്രസംഗിക്കണം. അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹം അതിനുവേണ്ടി പഠിച്ചു, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി, തൻ്റെ സഭാ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഭാരതം മുഴുവൻ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുക അസാധ്യമാണ്. കാരണം തൻ്റെ സഭാ കൂട്ടായ്മയിൽ നിരന്തരമായ കലഹങ്ങളാണ്.
നിരന്തരമായ വ്യവഹാരങ്ങളാണ്. സഭാ മക്കളുടെ തമ്മിൽ യുദ്ധങ്ങളും വഴക്കുകളും കലാപങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ നടക്കുന്നിടത്ത് എവിടെയാ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കുന്നത്? അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ഏറ്റവും നല്ല മാർഗം ഒരു സന്യാസാശ്രമമാണ്. സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സഭയെ വിശദീകരിച്ച് സഭയുടെ പ്രവർത്തനങ്ങളെ ലോകത്തിലേക്ക് വികസിപ്പിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിന് അദ്ദേഹം മഹാനായ ടാഗോറിന്റെ പർണശാലയിൽ വരെ പോയി. പഞ്ചാബിലൊരു ആശ്രമം തുടങ്ങിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അവസാനം അദ്ദേഹം മുണ്ടൻ മലയിൽ, റാന്നി മുണ്ടൻ മലയിൽ ഏതാണ്ട് 400 ഏക്കർ വസ്തു സ്വന്തമാക്കി അവിടെ ഒരു പർണാശ്രമം തുടങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചു. കൂടെ നിൽക്കുന്ന ഒരേ ചിന്താഗതികളുള്ള അനേകം യുവാക്കന്മാരെ കൂട്ടുപിടിച്ച് യാമപ്രാർത്ഥനകളിലും തപസ്സിലും ഉപവാസത്തിലും പ്രായശ്ചിത്തത്തിലും എളിമയിലും വിനയത്തിലും ശൂന്യതാബോധത്തിലും വിശുദ്ധ കുദാശകൾ അനുഷ്ഠിച്ചുകൊണ്ട്, കുമ്പസാരം വിശ്രമാനം അനുഷ്ഠിച്ചുകൊണ്ട് ലോകത്തോട് പ്രസംഗിച്ച് ഒരു വലിയ വർണ്ണാശ്രമം തുടങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചു. തുടങ്ങി. അദ്ദേഹം സലാംപൂരിൽ നിന്നും ഇറങ്ങി പെരുന്നാട്ടിൽ മുണ്ടൻ മലയിൽ ഒരു താപസനായിട്ട് തൻ്റെ ജീവിതം ആരംഭിച്ചു. അതൊരു വലിയ തുടക്കമായിരുന്നു. ആ തുടക്കം ആഴമായ ഒരു ആധ്യാത്മികതയായിരുന്നു. സ്വയം വിശുദ്ധീകരണം, അതുവഴി തൻ്റെ സമൂഹത്തെ വിശുദ്ധീകരിക്കുക, അതുവഴി ലോകത്തെ വിശുദ്ധീകരിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം. അക്കാലയളവിൽ സഭ അദ്ദേഹത്തെ ഒരു മെത്രാനായിട്ടും മെത്രോപൊലിത്തയായിട്ടും ഉയർത്തി. മാർ ഇവാനിയോസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. മെത്രാഭിഷേക ദിവസത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞത് സഭാ ഐക്യത്തെക്കുറിച്ചാണ്. ഭിന്നിച്ചു നിൽക്കുന്ന സഭയ്ക്ക് സഭയുടെ ഗാത്രമായി ജീവിക്കുവാൻ, ദൈവത്തിന് ക്രിസ്തുവിന് ഗാത്രമായി ജീവിക്കുവാൻ സാധിക്കില്ല. സഭാഗാത്രം ചിഹ്ന ഭിന്നമാകാൻ പാടില്ല. സഭാഗാത്രം കൂട്ടായ്മയുടെ ഗാത്രമാണ്. കത്തോലിക്ക സഭയായിട്ടും മർത്തോമ സഭയായിട്ടും യാക്കോബ സഭയായിട്ടും മറ്റെല്ലാ സഭകളുമായിട്ടും കൂട്ടായ്മയിൽ ജീവിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഈ കൂട്ടായ്മയ്ക്ക് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ അനുഭാവത്തോടും അംഗീകാരത്തോടും കൂടി റോമാസഭയുമായിട്ട് പുനരൈക്യപ്പെടുവാൻ അദ്ദേഹം എഴുത്തുകുത്തുകൾ നടത്തി, അനേക പരിശ്രമങ്ങൾ നടത്തി. അവസാനം റോമാ സഭയുമായിട്ട് ഐക്യം സാധ്യതമാകുന്ന കാലം വന്നപ്പോൾ സഭയ്ക്ക് സഭയുടേതായ എല്ലാ അവസരങ്ങളും ഒരുങ്ങിക്കിട്ടിയപ്പോൾ അവർ പിന്മാറി പുനരൈക്യത്തിൽ നിന്നും അവർ വിട്ടുനിൽക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ മാർ ഇവാനിയോസ് ചിന്തിച്ചു, തൻ്റെ കൂടെയുള്ള സന്യാസ ആശ്രമ മക്കൾ തൻ്റെ കൂടെ പോരും എന്ന് അദ്ദേഹം വിചാരിച്ചു. 1930 ഓഗസ്റ്റ് മാസം 29-ാം തീയതി രാത്രി അദ്ദേഹം എല്ലാവർക്കും അവസരം കൊടുത്തു ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും തീരുമാനമെടുക്കുവാനും. ആർക്ക് വേണമെങ്കിലും തൻ്റെ കൂടെ പോരാം, താൻ റോമയിലേക്ക് പോകുന്നു എന്ന പ്രഖ്യാപനം. എല്ലാവരും കൂടെ പോരുന്നു വിചാരിച്ചെങ്കിലും തൻ്റെ കൂടെ പോരുവാൻ വെറും 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മെത്രാനായ തിയോഫിലോസ് പിതാവും, ഒരു വൈദികനായ ജോണച്ചനും, ഒരു ശമാശനായ സറഫിനച്ചനും, ഒരു അൽമായനായ കിളിയിലെത്തി ചാക്കോച്ചനും. നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു ആർച്ച് ബിഷപ്പ്, ഒരു ബിഷപ്പ്, ഒരു വൈദികന്, ഒരു ശമാശന്, ഒരു അൽമായൻ, ഒരു പൂർണ്ണ സഭാരൂപം മലങ്കര സഭയിൽ നിന്നും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു. 1930 ഓഗസ്റ്റ് മാസം 20-ാം തീയതി അവർ ഇറങ്ങി വെണ്ണിക്കുളത്ത് താമസം ആരംഭിച്ചു. 1930 സെപ്റ്റംബർ മാസം 20-ാം തീയതി പ്രാർത്ഥന നിർഭരായി കൊല്ലത്ത് അഭിമന്യനായ ബെൻസഗർ തിരുമേനിയുടെ മുൻപിൽ മുട്ടുകുത്തി വിനയാന്വിതനായി വിശ്വാസ പ്രമാണം ചൊല്ലി സത്യവിശ്വാസം ഏറ്റുപറഞ്ഞു. അങ്ങനെ ആഗോള വ്യാപകമായ കത്തോലിക്ക സഭയുടെ കാതോലികവും ശ്ലൈകികവും ഏകവും വിശുദ്ധമായ സഭയുടെ ഭാഗമായി അദ്ദേഹം തീർന്നു. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷമുള്ള മലങ്കര സഭയുടെ ജീവിതത്തെ നിങ്ങളൊന്ന് പഠിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് സ്വപ്നം പോലെ ഭാരതം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു 5 പേരിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ തന്നെ
9 രൂപതകൾ ഉണ്ടായി എന്നുള്ളതാണ് അത്ഭുതം. കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് 2 രൂപതകൾ, ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലെ രൂപത, യൂറോപ്പിൽ ഒരു എക്സാർക്കേറ്റ്. അങ്ങനെ ഏതാണ്ട് 14 രൂപതകളോടുകൂടി, 18 പിതാക്കന്മാരോടുകൂടി, ആയിരക്കണക്കിന് വൈദികരോടുകൂടി, ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ് സന്യാസിമാരോടുകൂടി ലക്ഷക്കണക്കിന് ദൈവത്തിന്റെ ജനത്തിന് മലങ്കര കത്തോലിക്ക സഭയുടെ അംഗങ്ങളായി തീരുവാനായിട്ട് സാധിച്ചു. ഇല്ലായ്മയിൽ നിന്നും മലങ്കര സഭയുടെ വളർച്ചയിലേക്ക് നാം നോക്കാമെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ്, അനേകം കോളേജുകൾ, അനേകം എഞ്ചിനീയറിംഗ് കോളേജ്, പ്ലസ് ടു സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, UP സ്കൂളുകൾ, LP സ്കൂളുകൾ, ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളുകൾ, നേഴ്സിംഗ് സ്കൂളുകൾ എന്ന് വേണ്ട സഭയുടെ വളർച്ച എത്ര വിശാലമായി ചിന്തിക്കുവാൻ സാധിക്കണം. ഏതാണ്ട് 1000ഓളം ഇടവകകൾ നമുക്കിന്ന് ഈ 14 രൂപതകളിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത്രമാത്രം സമൃദ്ധമായൊരു വളർച്ചയാണ് മലങ്കര കത്തോലിക്ക സഭയ്ക്കുണ്ടായത്. ഇതെല്ലാം ഈ പുണ്യപിതാവിൽ നിന്നും നമുക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. ദൈവത്തിന്റെ ദ ബെസ്റ്റ് ചാനൽ ടു ദ മലങ്കര ചർച്ച് അതായിരുന്നു മാർ യോഹന്നാനീസ് പിതാവ്. ഇവിടെ നാം വായിച്ചു കേട്ടതുപോലെ തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്ന വിശ്വസ്തനും വിവേകമായ ഭൃത്യൻ. മാർ യോഹന്നാനീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമായിരുന്നു. വിവിധ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന വ്യക്തികൾ, താൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി നന്നായി പഠിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിത്വം, കാന്തദർശിയായ ഒരു തിരുമേനി. അതിലെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യം, അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയപ്പോഴും കൂട്ടായ്മയിലേക്ക് വന്നപ്പോഴും അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം ഒരു പക്ക സന്യാസിയായിരുന്നു. ശൂന്യതാബോധം. അദ്ദേഹം പറയുമായിരുന്നു, അരക്കാശുള്ള സന്യാസി കാൽക്കാശിന് വിലയില്ലാത്തവനാണ്. അരക്കാശുള്ള സന്യാസി കാൽക്കാശിന് വിലയില്ലാത്തവനാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ശൈലി. ഒരു വലിയ കുളത്തിലെ ഒരു കുഞ്ഞു മീനായിരിക്കുന്നതാണ് ഒരു കൊച്ചു കുളത്തിലെ വലിയ മീനായിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദർശനം ദൈവ സമ്പാദനം എന്നുള്ളതാണ്. ദൈവ ശുശ്രൂഷയേക്കാൾ അത്യുത്തമം ദൈവ സമ്പാദനം. ദൈവത്തെ സമ്പാദിക്കുക. തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, തൻ്റെ കൗദാശിക ജീവിതത്തിലൂടെ, തൻ്റെ പഠനത്തിലൂടെ, തൻ്റെ ജീവിത ദർശനങ്ങളിലൂടെ, താൻ നേടിയെടുത്ത പുണ്യപ്രവൃത്തികൾ കൂടി അതെ അദ്ദേഹത്തിന് വലിയ ഒരു വിശുദ്ധയുടെ പരിവേഷം നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. ഇതായിരുന്നു മാർ യോഹന്നാനീസ് പിതാവ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അനന്തരഫലമായി മലങ്കര കത്തോലിക്ക സഭയിലുണ്ടായ ഈ വലിയൊരു വളർച്ച നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏതാണ്ട് കഴിഞ്ഞ 46 വർഷങ്ങളോളമായിട്ട്, അല്ലെ 48 വർഷങ്ങളോളമായിട്ട് ആയിരക്കണക്കിന് 10,000കണക്കിന് യുവതിവാക്കന്മാരാണ് മുണ്ടൻമലയിൽ നിന്നും കബറങ്കലേക്ക് പദയാത്രയായിട്ട് ത്യാഗോജ്വലമായി നടന്നു പോകുന്നത്. 73ാമത്തെ ഓർമ്മ തിരുനാൾ ദിവസത്തിൽ നാം കണ്ണുനീരോട് തമ്പുരാന് മുമ്പിൽ നടത്തുന്ന പ്രാർത്ഥന, പിതാവേ, ഈ പുണ്യപിതാവിനെ ഞങ്ങൾക്ക് അൾത്താരയിൽ വണങ്ങുവാനായിട്ട് അങ്ങൊരു വിശുദ്ധനായി പ്രഖ്യാപിച്ച് തരണമേ എന്ന് ഞങ്ങൾ സഭയായി, കുടുംബമായി, വ്യക്തികളായി പ്രാർത്ഥിക്കുന്നു. ആ പുണ്യപിതാവ് മലങ്കര സഭയ്ക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ സഭാമക്കൾക്ക് വലിയ കൃപയ്ക്ക് നിദാനങ്ങളായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പുണ്യദിനത്തിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേരുന്നതോടൊപ്പം ഈ പുണ്യപിതാവിനെ കൂടുതൽ കൂടുതൽ അടുത്തറിയുവാനും ഇതിന്റെ ജീവിത ശൈലികൾ മനസ്സിലാക്കുവാനും ജീവിത വിശുദ്ധി ഉൾക്കൊള്ളുവാനും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ദൈവാനുഗ്രഹങ്ങൾ ധാരാളം എല്ലാവർക്കും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.